Hi dears, welcome back to Variety Recipes. തക്കാളി നമ്മളൊന്ന് പാനിൽ ഫ്രൈ ചെയ്തെടുത്താൽ ചോറിന് നല്ലൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സൈഡ് ഡിഷാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തക്കാളി മാത്രം ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഈ കറി ഉണ്ടാക്കിയെടുക്കാം. 2-3 സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഞാൻ 400 ഗ്രാം തക്കാളി കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ 100 ഗ്രാം തക്കാളിക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 സവാള, വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എരിവിന് വേണ്ട പച്ചമുളകും കൂടി ചേർക്കുക. ഞാനൊരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ ചേർക്കുമ്പോഴേക്കും എരിവ് നോക്കിയിട്ട് ചേർക്കുക. ചില പച്ചമുളകിന് നല്ല എരിവായിരിക്കും, അപ്പോൾ അത് കുറച്ച് ചേർത്താൽ മതിയാകും. സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കുക. സവാള മൊരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ലോ ഫ്ലെയിമിലാണ് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യുക. പൊടികളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കട്ടിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഞാൻ ഓരോന്നും 6 കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അതായത് നടുവേ പിളർന്നതിന് ശേഷം അത് 3 എണ്ണം വീതമാക്കും. അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം, എന്നാലേ ഇതിന് ആ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് ഓരോ കഷ്ണവും എടുത്തിട്ട് നമുക്ക് വായിലിട്ട് ആ തൊലിയൊന്ന് വലിച്ചെടുത്താൽ നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള തക്കാളിക്കറി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. തക്കാളിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഈ സമയത്ത് മീഡിയം ഹീറ്റിലോട്ട് ഫ്ലെയിം മാറ്റിയതിന് ശേഷമാണ് തക്കാളി ഫ്രൈ ചെയ്യേണ്ടത്. അതിനുശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ തന്നെ കുക്ക് ചെയ്യുക. മൂടിയിലെ വെള്ളം, ആവി വെള്ളം വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 5 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് 5 മിനിറ്റും കൂടി മീഡിയം ഹീറ്റിൽ നമ്മൾ ഫ്രൈ ചെയ്യുക. മൂടി വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്യുക. വീണ്ടും 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. നല്ല യമ്മി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരും. അത്രയ്ക്ക് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിന് ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. നമുക്കൊന്നും ഇല്ലാതിരിക്കുമ്പോഴേക്കും തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. വളരെ സ്വാദിഷ്ടമാണ്. ആകെ 2-3 ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളെങ്കിലും വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തക്കാളി ഫ്രൈ ആണിത്. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇത്. പിന്നെ അതിലെ ആവി വെള്ളം ഒട്ടും ഇതിലേക്ക് വീഴാതെ നോക്കണം. അതായത് ആവി വെള്ളം കവർ ചെയ്യുന്ന പാത്രത്തിൽ നിന്ന് വീഴാതെ ശ്രദ്ധിക്കണം. ഒട്ടും വെള്ളം വീഴാതെ എണ്ണയിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളിക്കറി ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. വളരെ ഈസി അല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.